ഗുളിക കഴിക്കാനുണ്ടായിരുന്നു. ആരാ തന്നോട് തിരിച്ചു വരാൻ പറഞ്ഞ? സർ, ഗുളിക കഴിക്കൂ പ്ലീസ്. എന്റെ ചോദ്യത്തിന് മറുപടി പറയാം. ആരാ തന്നോട് ഇവിടെ വരാൻ പറഞ്ഞത്? ഞാൻ ഗുളിക എടുത്തു തരാൻ പറഞ്ഞു ഇല്ലല്ലോ. ഞാൻ നേരത്തെ എന്താ പറഞ്ഞ? ഇത് എന്റെ ഓഫീസാണ്, ഞാൻ പറയുന്നതാണ് താൻ അനുസരിക്കേണ്ടതെന്ന് അല്ലേ? പിന്നെ ഞാൻ പറയാ താനെന്തിനു ഇവിടെ വന്നു? സർ, ഗുളിക എടുത്ത് കഴിക്കണം പ്ലീസ്. ഞാൻ ചോദിക്കുന്നത് എന്താ, താൻ പറയുന്നത് എന്താ? താനെന്താ എന്നെ കളിയാക്ക? സർ, ഗുളിക എടുത്ത് കഴിക്കണം പ്ലീസ്. എനിക്കറിയില്ലായിരുന്നു. അറിയണ്ട. എന്തിനറിയണം? അല്ലെങ്കിൽ എങ്ങനെ അറിയണം? അല്ലെങ്കിൽ തന്നെ തനിക്ക് എന്നെ കുറിച്ച് എന്താ അറിയാവുന്നത്? എന്റെ മനസ്സിൽ എന്താ ഉള്ളതെന്ന് തനിക്കറിയാവോ? എന്റെ ഈ തലക്കുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്തൊക്കെയാണെന്ന് തനിക്കറിയാവോ? ഇപ്പോ ഈ നിമിഷം ഞാനിങ്ങനെ പെരുമാറാനുള്ള കാരണം എന്താണെന്ന് തനിക്കറിയാവോ? ഇല്ല. യു ഡോണ്ട് നോ മീ ആൻഡ് യു വിൽ നെവർ നോ മീ. നന്നായിരിക്കും. അപ്പോഴേ ഒരാൾ യഥാർത്ഥ മനുഷ്യനാവും, സ്വാർത്ഥനല്ലാത്ത മനുഷ്യൻ. സർ, ഗുളിക. ഈ ലോകത്ത് ഇഷ്ടം മാത്രമല്ല ഉള്ളത്. താൻ മുമ്പെന്തോ പറഞ്ഞിരുന്നല്ലോ, സിനിമ, റൊമാൻസ്, ഹീറോ. ഒടുവിൽ ഹീറോ വന്ന് വില്ലനുമായിട്ടുള്ള കല്യാണം തടയുന്നു എന്നൊക്കെ. ഇതൊക്കെ വെറും സിനിമയിൽ മാത്രമേ നടക്കൂ. ജീവിതത്തിൽ അത് പ്രാക്ടിക്കൽ ആകണമെന്നില്ല. കാരണം ഈ റൊമാൻസിനെക്കാളും പ്രേമത്തെക്കാളും വലുത് വേറൊന്നുകൂടുണ്ട് മനുഷ്യന്: വിശ്വാസം. അത് തനിക്കറിയില്ല. അറിയില്ല തനിക്ക്. സർ, ഗുളിക. സാരമില്ല, നിങ്ങൾ പോയിക്കോ. റിപ്പോർട്ട് റെഡിയായില്ലേ സർവേ തുടങ്ങാൻ പറ്റും. ഞാൻ ലേറ്റ് ആവും. അപ്പൊ ശരി, ഞങ്ങൾ ഇറങ്ങുവാ. ശരി മാഡം. ബൈ ശ്രീലക്ഷ്മി. ശ്രീലക്ഷ്മി ഇറങ്ങുന്നില്ലേ? ആ കുട്ടിക്ക് അല്പം കൂടി പണിയുണ്ട്, നമുക്കിറങ്ങാം. ശരി. ഞാനത് മറന്നുപോയി.
രവി, എന്ത് പറ്റി നിനക്ക്? തുറന്നു പറ. നിന്റെ മുഖം കണ്ടാൽ അമ്മയ്ക്ക് മനസ്സിലാവും നിനക്ക് എന്തോ വിഷമമുണ്ടെന്ന്. അങ്ങനൊന്നുമില്ല. അമ്മ കുറച്ച് കറിയും വെച്ചു. ഈ മുറിവ് കെട്ടിയുണക്കാൻ നിന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരാൻ പോകുന്നു അമ്മ വിശ്വസിക്കുന്നു. ഒരാൾ വരും ഉടൻ തന്നെ. ഇതിൽ വെള്ളം വീഴാതെ നോക്കണം, ചിലപ്പോ സെപ്റ്റിക് ആവും. എവിടെ നോക്കട്ടെ മോളെ, നീ ബാൻഡേജ് അഴിച്ചേ. കൊഴപ്പില്ല അച്ഛാ, സാരില്ലെന്ന് പറഞ്ഞില്ലേ. ഞാൻ പോവാ. ആണോ? എങ്കിൽ നമുക്ക് ചോദിക്കണമല്ലോ. എന്തായാലും മോള് വൈകുന്നേരം വരട്ടെ, ഞാൻ ചോദിക്കാം. ഇപ്പൊ സമയായി, ഞാൻ പോട്ടെ. ഇതവളുടെ പോക്കത്ര ശരിയല്ലല്ലോ. പണ്ടാണെങ്കി ഓഫീസിലെ കസേരയും മേശയും മുക്കിയാലും മൂളിയാലും കൂടി വന്ന് പറഞ്ഞിരുന്നവളാ. ഇപ്പതേ വായും മൂടിക്കിട്ടി ഒറ്റ പോക്ക. ഓഫീസ് വരെ നേരിട്ട് പോയെന്ന് അന്വേഷിച്ചാലോ? വേറെ ഏതെങ്കിലും സ്റ്റാഫിനെ കൊണ്ട് റിപ്പോർട്ട് വേഗത്തിൽ തയ്യാറാക്കി സർവേ ആരംഭിക്കാം. നോ 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 നോ, വി വിൽ വെയിറ്റ്. ശ്രീലക്ഷ്മി മേഡം റിപ്പോർട്ട് തയ്യാറാക്കുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതാണ് എന്റെയും കൂടെയുള്ളവരുടെ ആവശ്യം. അല്ല, അതിപ്പോ ശ്രീലക്ഷ്മി തന്നെ വേണമെന്ന് അത്യാവശ്യമാണോ? തീർച്ചയായും. യു നോ വൈ? ബിക്കോസ് അത് പ്രസന്റ് ചെയ്തത് ശ്രീലക്ഷ്മി മേഡമാണ്. അതുകൊണ്ട് ശ്രീലക്ഷ്മി മേഡത്തിനെ ശരിയായ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റും. കൂടാതെ ശ്രീലക്ഷ്മി മേഡം ഈ സെൻസിബിൾ. അതുകൊണ്ട് ആ കുട്ടി തന്നെ സർവേക്ക് ഞങ്ങളോടൊപ്പം ഉണ്ടാവണം, വേറെ ആരും പാടില്ല. അത് ഇന്നലെ വരെ. നാളെ പാതാളത്തിൽ വീണാലും ഉയർത്തെഴുന്നേൽക്കാൻ സമ്മതിക്കില്ല ഞാൻ അവളെ. രാജാറാം സാർ വേണമെങ്കിൽ എഴുതി വെച്ചോ, അവൾ ഈ റിപ്പോർട്ട് റെഡിയാക്കി കഴിഞ്ഞാൽ ഉടൻ എവറിഥിംഗ് വിൽ ബി അണ്ടർ മൈ കൺട്രോൾ. യു വെയിറ്റ് ആൻഡ് വാച്ച്. ഇത് സാൻഡ്രയാ പറയുന്നത്. സാൻഡ്ര പറയുന്നത് ചെയ്തു കാണിക്കുന്നവളാ. കൊള്ളാം, മാഡത്തിന്റെ പറച്ചിലൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ബട്ട് ഓവർ കോൺഫിഡൻസ് ഈസ് നോട്ട് ഗുഡ് സാന്ദ്ര മാഡം. നമ്മുടെ നാട്ടിൽ ഒരു ചൊല്ലുണ്ട്. സർ പ്ലീസ്, മുൻപൊരിക്കലും പറഞ്ഞതാ സാറിന്റെ നാട്ടിലെ ചൊല്ല് സാർ തന്നെ ചൊല്ലിയാ മതിയെന്ന്. അതെഴുന്നള്ളിച്ച് എന്റെ കാത് ചീത്തയാക്കണ്ട പ്ലീസ്. ഇതൊക്കെ വേണം നീ അറിഞ്ഞിരിക്കാൻ. ഇനി പറ, ഇതൊക്കെ ഞാൻ റിസർച്ച് ചെയ്യണോ അതോ നീ ചെയ്യണോ? ഞാൻ ചെയ്യണം മാഡം. യെസ്, നീ ചെയ്യണം. ഇറ്റ്സ് യുവർ റെസ്പോൺസിബിലിറ്റി. യു നോ വാട്ട്? നീ ചെയ്ത പ്രസന്റേഷൻ സക്സസ് ആയത് ജസ്റ്റ് ലക്കാണ്, അത്രേ ഉള്ളൂ. നാളെ ഇൻവെസ്റ്റേഴ്സ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നീ ഉത്തരം പറയണം. അതാണ് യഥാർത്ഥ ടാസ്ക്. അവിടെ നീ തോറ്റാൽ ഈ ഓഫീസിൽ നിന്റെ ഈ സീറ്റിൽ വേറൊരാളിരിക്കും. അതോർത്താൻ നിനക്ക് കൊള്ളാം. നൗ ജസ്റ്റ് ഡു യുവർ വർക്ക്. അതിനൊരാൾക്ക് മാത്രമേ കഴിയൂ, രവിചന്ദ്രവർമ്മൻ സാറിന് മാത്രം. കുഴപ്പമില്ല മാഡം, മാഡത്തിന് അറിയാവുന്ന പറഞ്ഞാ മതി. നോ 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 നോ, നീ പേടിക്കണ്ട. ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയാവുന്നതും പറയാൻ കഴിയുന്നതും രവിവർമ്മൻ സാറിന് മാത്രമാണ്. പിന്നെന്താ നിനക്ക് ചോദിച്ചാ? മാഡം അത് സാറിനോട് ചോദിക്കാൻ പേടിയാണോ?
ഡോൺ വറി, ഞാൻ സംസാരിക്കാം സാറിനോട്. ഇല്ല മാഡം, കുഴപ്പമില്ല. ഐ കൻ മാനേജ്. പേടിക്കണ്ടെന്നേ, ഞാൻ സംസാരിക്കാം സാറിനോട്. ഞാനിപ്പോ സാറിന്റെ അടുത്തേക്ക് പോവാണ്. യു വെയിറ്റ് ഹിയർ. മാഡം അത് നോ പ്രോബ്ലം, ജസ്റ്റ് റിലാക്സ്. സാരികളെ കുറിച്ചുള്ള ഡീറ്റെയിൽ ഇൻഫർമേഷൻ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് എല്ലാം അറിയാവുന്നത് സാറിനാണെന്ന്. അവൾക്ക് സർവേ ചെയ്യേണ്ട ആവശ്യത്തിനാണ്. സാർ അവളെ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഫോർ ഹർ, സർ. ശരി, ആയിക്കോട്ടെ. താങ്ക് യു, സർ. നോക്കൂ, ഇത് ഓഫീസ്. ഇവിടെ എല്ലാത്തിനും പ്രധാനം അവനവന്റെ ജോലിയാണ്. നോ പേഴ്സണൽ സ്ട്രിങ്സ് അറ്റ് ഓൾ. ജോലിയെ പറ്റി തനിക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ഡയറക്റ്റായിട്ട് വന്ന് ചോദിക്കണം. അതിനെന്തിനാ മറ്റൊരാളുടെ റെക്കമെൻഡേഷൻ? ഇതെന്താ തന്റെ കോളേജ് എന്ന് കരുതിയോ താൻ? രക്ഷകർത്താനെ കൂട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞോട്ട പോലെ. സർ, ഞാൻ ഉമ്മ മാഡത്തിനോട്. വേണ്ട. രാജനന്ദിനി സാരികളെ കുറിച്ച് തനിക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ അത് എന്നോടാണ് ചോദിക്കേണ്ടത്. എന്തിനാ അത് മറ്റുള്ളവരോട് ചോദിക്കാൻ നിൽക്കുന്നത്? തനിക്ക് ക്യാബിനിൽ വന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ലേ ഇവിടെ? സോറി സർ, പ്ലീസ്. ഇല്ല, സാർ തന്നെ പറഞ്ഞോണ്ട് നിൽക്കരുത്. എനിക്ക് പറയാനുള്ളത് കൂടി സാറിന് കേട്ടാ കൊള്ളാം. ഓഹോ, എന്തിനു ചൂട്, എന്തിനു ചൂട്. ഓ ഓ ഓ, ഇതില് വെള്ളമില്ലേ? സരോജം, വെള്ളം എന്താ കുടിക്കാൻ? ചായ എടുക്കട്ടെ. ഈ കൈ കഴുകി പാത്രം തുറന്ന് മുന്നിൽ വച്ചപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. ദേ, ഒരു പിടിയെടുത്ത് വായിലിട്ടതും ഞാൻ വീണുപോയി. ആ, അതെ, രവിവർമ്മൻ സാറിന് ഉണ്ടാക്കിയതാ. അപ്പോഴല്ലേ നിങ്ങളുടെ മോള് വലിയ ഗമയില് അത് വേണ്ടാന്ന് പറഞ്ഞ് എടുക്കാതെ പോയത്. ആ വിഷയം നീ വിട്ടുകളാ സരോജം. അവൾ എന്തു കുരുക്കൊപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്തോ എനിക്കറിയില്ല. എന്റെ ബലമായ സംശയം അവള് രവിവർമ്മൻ സാറുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്നാ. മുമ്പൊക്കെ രവിവർമ്മൻ സാറിന് വീട്ടിലുണ്ടാക്കിയ ഭക്ഷണം ഇഷ്ടാണെന്ന് പറഞ്ഞ് ചോദിച്ച് മേടിച്ചെടുത്തോണ്ട് പോയിട്ടില്ലേ അവള്? ഇപ്പൊ കൊടുത്തു വിട്ടപ്പോ എടുക്കാതെ പോയി. അപ്പൊ അതെന്താ കാരണം? അങ്ങോട്ട് പോയി ചോദിക്കും. ചോദിക്കാനാ പറഞ്ഞു. ഇപ്പൊ പോയി അങ്ങ് ചോദിച്ചേ, അവള് പറയും. ശിവേണനും ദാസപ്പനും തമ്മിലെ ഭയങ്കര വഴക്കായിരുന്നു. വഴക്ക്. എടീ, വല്ലവരും വഴക്ക് കൂടുന്നതിന് നമുക്കെന്തടി? കാരണം എന്താന്ന് അറിയില്ല. വഴക്ക്. ചോദിക്കങ്ങോട്ടോ. ഓ, വഴക്ക്. ആ, മോളെ ശ്രീ, എന്താച്ചാ? നാളെ സർവേ അല്ലേ? അതെ. ആ, മോള് മാത്രമാണോ പോണത്? അല്ലച്ചാ, ഡീലേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടാകും. സൂക്ഷിക്കണം മോളെ.
നല്ല ചൂട് കാല, അസുഖമൊന്നും വരുത്തി വെക്കരുത്. ഫീൽഡ് പണിക്ക് പോകുമ്പോ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കാൻ മറക്കരുത്. ചോദിക്കാത്ത എന്താ? ഞാനെന്ത് ചെയ്യാനാ? അവളിതാ പോയില്ലേ? നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. എന്നെ പൊട്ടിയാക്കാന്ന് കരുതിയല്ലേ? ഇടി സരോജം, നീ ഒന്നും മിണ്ടാതിരിക്കും. ചേടാ, ഇതെന്താണെന്ന് ഇപ്പൊ എങ്ങനെ അറിയാൻ പറ്റും? ശ്ശോ. മനസ്സിന് അസുഖമില്ലാത്ത ഭക്ഷണം കഴിച്ചാൽ അത് മാറില്ല. നീ എന്താ പറഞ്ഞേ? നേരെ കേട്ടില്ല ഞാൻ. മനസ്സ് ശരിയല്ലെന്ന്. മനസ്സ് നിനക്കില്ലാത്തൊരു സാധനം. ഓ, എനിക്ക് മനസ്സുണ്ടോ ഇല്ലേന്ന് നീ തീരുമാനിക്കണ്ട കേട്ടോ. ഞാൻ ചോദിച്ച് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വിട്ടുകളാ. നീ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാനും കഴിക്കുന്നില്ല. എന്താ കഴിഞ്ഞില്ല കാര്യം? രാജ, നീ എന്താ ഇത്? പിന്നെ ഞാൻ എന്താ പറയേണ്ടത് നീ പറ. ഭക്ഷണവും വേണ്ട, വീടും വേണ്ട. നമ്മുടെ രവിവർമ്മ മുതലാളിക്ക് വിശപ്പില്ലാത്തതിന്റെ കാര്യം ഇപ്പോഴാ പിടികിട്ടിയത്. കാണാനുണ്ട് നിന്റെ കണ്ണുകളിൽ. നോക്കു രവി, നിന്റെ വിഷമം നിന്റേത് മാത്രമല്ല, അതെന്റേത് കൂടിയാണെന്ന് ഓർക്കുന്നത് നല്ലതാ. പക്ഷെ അതിനെന്റെ വയറെന്ത് പിഴച്ചടാ. എനിക്ക് വിശക്കുന്നടാ, വിശക്കുന്നൂന്ന്. ചിരിക്കണ്ട നീ. ഇവിടെ അമ്മയ്ക്ക് പ്രസവ വേദന, മോക്ക് വീണവായന എന്ന മട്ട. ഇതൊന്നും നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിനക്ക് വയറല്ലേ ഉള്ളൂ, തലയില്ല. തലക്കുള്ളിൽ ഒന്നുമില്ല. അതാ ഇങ്ങനെ തരിശായി പോയതിപ്പോ. അതെ അതെ, എനിക്ക് മനസ്സിലാവില്ല. എന്റെ തലയിൽ കളിമണ്ണാണല്ലോ. നീയാണല്ലോ അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഒന്ന് പോരവി. ഇവിടെ സൂര്യന്റെ രശ്മികൾ ഡയറക്റ്റ് ആയിട്ട് അടിക്കും. അതുകൊണ്ട് ഇവിടെ നിന്നെ പോലെ പേനും ചപ്പും ചവറും ഒന്നുമില്ല. ഇതേ നിസാര മൊട്ടത്തല അല്ല എന്ന് ചുരുക്കം. യു അണ്ടർസ്റ്റാൻഡ്? ഓ, മനസ്സിലായേ. ഏതായാലും എനിക്ക് ആശയക്കുഴപ്പം വരുമ്പോ, അല്ലെങ്കിൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോ, ഒന്നുകിൽ കൊതുകിനെ കൊല്ലണം, അല്ലെങ്കിൽ അത് നമ്മളെ കൊല്ലും. രണ്ടിലൊരാൾ ചത്താലേ മറ്റൊരാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റൂ. സരോജം, നീ മാറ്. ഈ മൂലയിൽ കൊതുകൾ കഥകളി നടത്തിക്കൊണ്ടിരിക്കുക. കഥകളിയല്ല, കഥാപ്രസംഗം. അടുക്കളയിൽ ഇറങ്ങി പോ മനുഷ്യ. മരുത മനുഷ്യനെ മെനക്കെടുത്താതെ.
ഇതല്ല ഇതിലപ്പുറം സംഭവിക്കും. അത്ര തന്നെ. എന്താടി നിന്റെ ഓഫീസിൽ വല്ല പ്രശ്നം ഉണ്ടായോ? നീ എന്താ ഒരുമാതിരി മൂങ്ങയെ വിഴുങ്ങിയ പോലെ ഇരിക്കുന്നേ? മൂങ്ങയെ വിഴുങ്ങാനോ? എന്റെ പള്ളി. നോക്കച്ചാ, ഞാൻ ഇവളോട് ചോദിച്ചിട്ട് ഒരക്ഷരം വാതറൊന്നും മിണ്ടുന്നുണ്ടോ നോക്കിയേ. എങ്ങനെ മിണ്ടും? നീ എന്തൊക്കെയാ ഉപമിച്ച് പറയണേ? ലോകത്ത് ആരെങ്കിലും മൂങ്ങയെ വിഴുങ്ങോ? വിഴുങ്ങും. അതുകൊണ്ടാ ഇവളിങ്ങനെ മായും പൂട്ടി കണ്ണും തള്ളിയിരിക്കുന്നേ. ശ്ശേ, മതി. അമ്മയ്ക്കിപ്പൊ എന്താ വേണ്ടത്? ഇതിനുള്ളിൽ നമുക്കറിയേണ്ട എല്ലാ ഡീറ്റെയിൽസിന്റെയും ചോദ്യങ്ങൾ കാണും. അവിടെ കോളത്തിൽ ടിക്ക് ചെയ്താൽ മാത്രം മതി. ഒന്ന് ചെക്ക് ചെയ്തോളൂ. ഇതിൽ வந்து எல்லா ஷாப் உடமைகளுடையும் டீடைல்ஸ், அட்ரஸ், போன் நம்பர் எல்லாம் இருக்கு. இதுதான் நம்ம ജോലി ഈസിയാക്ക പോറേ. ഷുവർ സർ. സർവേ കഴിഞ്ഞ ശേഷം റിപ്പോർട്ട് തയ്യാറാക്കാനും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. യാ ഓഫ് കോഴ്സ്. എന്നാ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? പിന്നെന്താ, കമോൺ. നിങ്ങളുടെ പുതിയ റോയൽ ബ്യൂട്ടി സോപ്പാണ് ഇപ്പോൾ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. പരസ്യത്തിൽ പറയുന്ന എല്ലാ ക്വാളിറ്റിയും പ്രോഡക്റ്റിലുണ്ട്. പ്രൈസും കുറവാ. ഗുഡ്, താങ്ക് യു ചേട്ടാ. റോയൽ ബ്യൂട്ടി സോപ്പ് സൂപ്പർ ഹിറ്റാണ്. സർ, ഞങ്ങളിപ്പോ വന്നത് ഞങ്ങളുടെ തന്നെ പ്രോഡക്റ്റായ രാജനന്ദിനി സാരിയുടെ സർവേക്കാ. അതെ അതെ, ഓഫീസിൽ നിന്ന് വിളിച്ചപ്പോ പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഇൻഫർമേഷൻസ് വേണമായിരുന്നു. പിന്നെന്താ, എന്താ അറിയേണ്ടെന്ന് വെച്ചാ ചോദിച്ചോളൂ. ഇതെനിക്കറിയാം. ഓ ഗുഡ്, അപ്പൊ എളുപ്പമായല്ലോ. അതെ സർ. സാർ ഒരു 2 മിനിറ്റ്, ഞാനിപ്പോ വരാം. നോ പ്രോബ്ലം, കേറി ഓൺ. അപ്പോഴേ പറയും. ഈ പ്രിന്റ് വേറെയുണ്ട്. അതുപോലെ ഈ കളർ മാഡത്തിന് നന്നായിട്ട് ചെയ്യും. ബാബു, ഇവിടെ ഒന്ന് നോക്ക്, ഞാൻ പോരാ. ശരി. മകൾ അവരെ കൂട്ടിക്കൊണ്ടുവന്നാൽ അതിനെ അവര് സീരിയസ് ആയി എടുക്കില്ല.
അതുമല്ല, രാജനന്ദിനി സാരിയെക്കുറിച്ച് അച്ഛൻ ഇനി എന്ത് സത്യം പറഞ്ഞാലും വെറുതെ പുകഴ്ത്തി പറയാണെന്നേ അവർ കരുതൂ. അതാണ് പ്രശ്നം. ഓ, അങ്ങനെയൊരു പ്രശ്നമുണ്ടല്ലേ? ശരി മോളെ, നീ അവരെയും കൂട്ടിക്കൊണ്ടുവാ. അവർക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് വേണോ അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാം, വെറും ഒരു സെയിൽസ്മാൻ ആയിട്ട്. ശരി അച്ഛാ, അങ്ങനെ മതി. ശരി മോളെ. സർ, ഷാൽ വി മൂവ്? സർവേ നടക്കുന്ന ടൗൺഷിപ്പിൽ തന്നെയാണ്. അവര് റൂറൽ ഏരിയസിലൊന്നും പോകാൻ ചാൻസ് ഇല്ലല്ലോ അല്ലേ? കറക്റ്റായിട്ട് നമ്മുടെ ശ്രീലക്ഷ്മി ടീമും ഇപ്പൊ ഇവിടെ ഉണ്ടാവും. Can you guess where they are now? സോറി സർ, ഞാൻ അസിസ്റ്റ് ചെയ്യുന്നത് സാറിനെയാണ്, ശ്രീലക്ഷ്മി അല്ല. ഐ എം സോറി. സർ, ഇൻവെസ്റ്റേഴ്സ് ആണ്, ഫോൺ എടുക്കണം പ്ലീസ്. സാൻഡ്ര, സർവേ ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ പേര് പറഞ്ഞല്ലോ, അതാ ഞാൻ അറിയാന്ന് പറഞ്ഞത്. എന്റെ പേര് സഹദേവൻ, ഈ കടയുടെ പ്രൊപ്പറേറ്ററാണ്. ആ ചേട്ടാ, ഞങ്ങളാ വർമ്മൻ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൽ നിന്നും പറഞ്ഞ ആൾക്കാര്. ഞാൻ അവിടുത്തെ സ്റ്റാഫാ. ഇത് ഡയറക്ടേഴ്സ് ശ്രീരാമൻ സാറ്, ജേക്കബ് സാറ്, അഴകേശൻ സാർ. നമസ്കാരം. നമസ്കാരം. ശരി ശരി, അപ്പോ നടക്കട്ടെ കാര്യങ്ങള്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ രാജനന്ദിനി സാരികളുടെ സർവേക്ക് വന്നതാണ്. ഓ, അധികം ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാ ഞങ്ങൾ തുടങ്ങാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് മാഡത്തിനും കൂടെയുള്ള സാറന്മാർക്കും കോഫി ആയിരിക്കും ഇഷ്ടമെന്നാ. ഓ, കണ്ടപ്പോ എനിക്കങ്ങനെ തോന്നി, അത്രേ ഉള്ളൂ. അതെ അതെ, കോഫി മതി. താങ്ക്സ് അങ്കിൾ. ബാബു, ആ ദേവി ഹോട്ടലിൽ പോയി 4 ബ്രൂ കോഫി കൊണ്ടുവാ. ശരി ശരി, എന്ന് പിടിച്ചേ. ചെന്നാട്ടെ, സാറന്മാർക്ക് സാരികൾ കാണിച്ചു തരും. സുഹൃത്തും ചേട്ടാ, ഇവർക്ക് എന്താന്ന് വെച്ചാ സഹായിക്കും. ചെല്ല്. വരൂ സാർ, പ്ലീസ്. ഓക്കെ ഓക്കെ. ഇവിടെ സ്ഥിരം ഒരു തമിഴ് മാഡം വരുമായിരിക്കും. ആ മാഡം മാത്രമല്ല, നമ്മുടെ കടയിൽ ഏത് ലേഡി കസ്റ്റമേഴ്സ് വന്നാലും അവരോട് വളരെ ബഹുമാനത്തോടെ സംസാരിച്ച് അവരുടെ അഭിരുചിക്കനുസരിച്ച് സാരികൾ കാണിച്ച് അവരെ കൊണ്ട് ഞാനത് വാങ്ങിപ്പിക്കും. അവര് സാരി വാങ്ങുമ്പോൾ നമുക്കല്ലേ സാർ സന്തോഷം? പിന്നെ വേറൊരു സത്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കടയിൽ ഏത് കസ്റ്റമർ വന്നാലും ഞാൻ ആദ്യം കാണിക്കുന്നത് ഈ രാജനന്ദിനി സാരിയാണെന്നുള്ളതാണ്. അതേ വിൽപ്പന നടക്കൂ, ഉറപ്പാണ് എനിക്ക്. വെരി ഗുഡ്. മീറ്റിംഗ് ഷുവർ. ഐ ആം ഓൾസോ ഇംപ്രസ്ഡ്. താങ്കളുടെ സജഷനും ഞങ്ങൾ തീർച്ചയായും പരിഗണിക്കും. താങ്ക് യു. താങ്കൾക്ക് രാജനന്ദിനി സാരികളോടുള്ള മതിപ്പും താങ്കൾ അതിനെക്കുറിച്ച് നടത്തിയ വിവരണങ്ങളും ഒക്കെ ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കോഫി കുടിക്കൂ കുട്ടി, അല്ലെങ്കിൽ ചൂടാറും. രവി, മതി. കുറെ നേരം ഞാനിവിടെ ഇങ്ങനെ ഇരിക്കുക. നീ എന്താ ഇങ്ങനെ കാണിക്കുന്നേ? എങ്ങനെ കാണിക്കുന്നു? എന്തുവാടാ നീ ഈ നാടൻ കളിക്കുന്നേ? എന്താ നിന്റെ പ്രശ്നം? എന്താണെന്ന് വെച്ചാ നീ ഒന്ന് പറയേ. സോറി സാറേ, സാറിനെ ബുദ്ധിമുട്ടിച്ചേനെ. ഇനി ഞാൻ വിളിക്കൂലേ? അതൊന്നും കുഴപ്പമില്ല. എന്തെങ്കിലും ആവശ്യം വരുമ്പോ വീണ്ടും വിളിച്ചോളൂ, ഞാൻ ഫോൺ എടുത്തോളാം.
ശരി ശരി ശരി. താങ്ക് യു സാറേ, താങ്ക് യു വെരി മച്ച്. ഓക്കെ, യു വെൽക്കം. അദ്ദേഹം കുട്ടിയോട് വളരെ വാത്സല്യത്തോടെ സംസാരിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ஸ்ரீலட்சுமி மேடம் ரொம்ப கெட்டிக்காரியா இருக்கு. இந்த காரியம் நம்ம கிட்ட ரொம்ப சீக்கிரட்டா வச்சது இல்லையா? எதுக்கும் அந்த ஆக்கு ஸ்ரீலட்சுமி மேடத்தோட பெருமை தான் தோணணும். இந்த மாதிரி ஒரு மകളെ கிடைச்சில்லையா? കറക്റ്റ് ആണ്. മാഡത്തിന്റെ പ്രായത്തിൽ എനിക്കുണ്ടൊരു മകൾ. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഫീലിംഗ്സ്. യെസ്, യുവർ ഫാദർ ഈസ് എ നൈസ് മാൻ, ശ്രീലക്ഷ്മി മാഡം. താങ്ക് യു സർ. അല്ല, ഈ വണ്ടി തന്നെ മാഡത്തിനെ ഡ്രൈവർ ഡ്രോപ്പ് ചെയ്യും, കേറിക്കോളൂ. നോ സർ, എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാ. ഞാൻ നടന്നു പോക്കോളാം, അതാണ് സൗകര്യം. ഓക്കെ, ആസ് യു വിഷ്. ഹലോ, ഇനി തപസ് മതിയാക്കാം. സർവേ എവിടെ നടക്കുന്നു നീ ചോദിച്ചില്ലേ? ഇതാ നോക്ക്, നേരിട്ട് കാണും. എന്താ ഇത്ര താമസിച്ച്? ഞാൻ ഫോൺ ചെയ്ത് നേരത്തെ വരണോന്ന് പറഞ്ഞല്ലേ? കുറച്ച് വൈകി. നീ എന്താ നേരത്തെ വരാൻ പറഞ്ഞ? വിഷമിക്കണ്ട, ഇത് നീർക്കെട്ടിന്റെയാ. കഷായം കൊടുത്തിട്ടുണ്ട്, ഒന്നുറങ്ങിയാൽ നേരെയാവും കാര്യങ്ങൾ. ഏയ്, അങ്ങനെ പറയാൻ പറ്റില്ല. അസുഖം വന്നാൽ ഡോക്ടറെ നേരിട്ട് തന്നെ പോയി കാണണം. ഞാനിപ്പോ ചേട്ടനെ വിളിച്ചു വരുത്താം. വേണ്ട, ആരും അവനെ ശല്യം ചെയ്യണ്ട. ഗൗരി, അത്താഴത്തിന് കുറച്ച് ചമ്പാവരി പൊടിക്കഞ്ഞ് മതി. പിന്നെ ആവി പിടിക്കാൻ കുറച്ച് വെള്ളവും ചൂടായിക്കോളൂ. ചൂടുവെള്ളത്തിൽ വിക്സ് ചേർക്കണോ അമ്മേ? കുറച്ചായിക്കോട്ടെ, നിങ്ങൾ ചെല്ലു. ആ ഗോപി, ഡ്രൈവർമാരിൽ ഒരാള് വീട്ടിൽ പോണ്ടെന്ന് പറയൂ. Hey, Datan, stop the car. തന്നെ ചോദിച്ചാ മതി. അയ്യോ എന്റെ സാറേ, ഞാൻ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകുമായിരുന്നു. നിങ്ങൾക്ക് എവിടെങ്കിലും പോകണമെങ്കിൽ പറ, ഞാൻ മീറ്റർ ഇടാം. പക്ഷെ മീറ്റർ ഇട്ടാ പൈസ തന്നേ പറ്റും. പിന്നെ വെറുതെ ഇറങ്ങി പോകാനൊന്നും പറ്റൂല.
മീറ്റർ ഇട്ടു. ഇനി പോവാലോ സർ. ദൈവമേ കാത്തോളണേ. ഇന്നത്തെ കലാശക്കൊട്ട് ഓട്ടമാ, കൊള്ളമാക്കരുത്. അതെ, ചില സമയങ്ങളിൽ സ്വന്തം വാക്കുകൾ തന്നെ വീണ്ടും വീണ്ടും ഓർക്കുന്നത് നല്ലതാ. എനിക്ക് നല്ല ഓർമ്മശക്തിയുണ്ട്, പറഞ്ഞൊന്നും ഞാൻ മറക്കാറില്ല. അതെ അതെ. ഞാൻ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാതിരുന്നെങ്കിൽ ഇന്നുച്ചക്ക് ഭക്ഷണം പോലും കഴിക്കാതെ ഇവളുടെ കൂടെ വരുമായിരുന്നു. ഭക്ഷണം കഴിക്കാതെ വരേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടെ. ആര് പറഞ്ഞു ഭക്ഷണം ഇരിക്കാൻ? ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. കൊറേ സംസാരിച്ചല്ലോ, ഇനി മതി. ഇപ്പൊ നല്ല വിശപ്പുണ്ട്, വാക്കുകൾ വരുന്നില്ല പറയാൻ. ചേട്ടാ, ദേ അവിടെ തെരുവില് നല്ലൊരു തട്ടുകടയുണ്ട്, വണ്ടി അവിടെ നിർത്തിയാ മതി. ശരി മംഗളെ, എത്തി. കൊണ്ടാങ്കി പെട്ടിയിലെ കണ്ടാങ്കി എടുത്ത് എൻ കയ്യാലെ കെട്ടിവിടവാ. എന്താ ശ്രീടച്ച, ഇളയാണല്ലോ വരവ്. എന്താ ഇത്ര സന്തോഷിക്കാൻ? വഴിയിലെങ്ങാനും വെച്ച് പോലീസിന്റെ വാക്കില്ലാത്ത ഇടിവെല്ലാം കിട്ടിയോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എടി സരോജം, ഇത്രയും വർഷങ്ങൾക്കിടയിൽ നടക്കാത്ത ഒരു സംഭവം ഇന്ന് നമ്മുടെ കടയിൽ നടന്നു. എന്ത് സംഭവം? നീ ഇങ്ങോട്ട് വന്നിരുന്നേ, പറയട്ടെ. ഇവിടെ ഇരുന്നാലും എനിക്ക് ചെവി കേൾക്കാം. നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞ അടിച്ച പെണ്ണുമ്പിള്ള നല്ല ചോചാന്ന്. അയ്യോ, ഇതിനേക്കാൾ ഭേദം നീ എന്നെ അങ്ങ് കൊല്ലു. എടേ, ഇന്ന് വന്നതേ ശ്രീലക്ഷ്മി മാഡം, നമ്മുടെ സ്വന്തം മോളൂട്ടി. അവളാണോ ഇത്ര വലിയ മാഡം? ജോലിക്ക് പോയ അവളെന്തിനാ നിങ്ങളുടെ കടയിൽ വരുന്നത്? കാരണമുണ്ട്. അവള് കടയിൽ വന്നത് തന്നെ അവളുടെ കമ്പനിയുടെ ജോലിയുടെ ഭാഗമായിട്ടാ. രാജനന്ദിനി സാരികളെ കുറിച്ചുള്ള ഒരു സർവേ എടുക്കാൻ. ആണോ? അത് കൊള്ളാലോ. വെറും കൊള്ളാവുന്നല്ല, ഗംഭീരം. നീ ആ സമയത്ത് നമ്മുടെ മോളെ ഒന്ന് കാണണമായിരുന്നു. ഇന്നത്തെ ദിവസമാ എന്റെ ജീവിതം സഫലമായതുപോലെ തോന്നുന്നത്. എന്റെ കരിക്കോത്തിയമ്മേ, നീ തന്നെ നമ്മുടെ മോളെ ഇതുപോലെ മുന്നോട്ട് കൊണ്ടുപോണേ. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുത്തരുതേ. എല്ലാ മാസവും 10 നാളിന് പുഷ്പാഞ്ജലി കഴിപ്പിച്ചോളാം ഞാൻ.